ഗൈസ് അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ജാസില്ല കേട്ടോ. ഞാൻ ജാസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇമ്മച്ചിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ പോകണം കേട്ടോ. ഇവിടെ ഊറേമാൾക്കാണ് പോണത്. അപ്പം ഇവിടെ വൈഫിൻ്റെ കൂടെ പോണത്. ഞാൻ ജാസിനോട് പറഞ്ഞിരിക്കണ അനീഷേട്ടൻ്റെ വൈഫിന് ഇന്നെ കൊണ്ടുപോവുകയാണ് ചേച്ചിക്ക് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇപ്പോൾ ടൈം 10:40 ഞങ്ങൾക്ക് പോകും. ചേച്ചി ഇവിടെ കുട്ടീനെ അവിടെ കമ്പനിയിലാക്കിയിട്ട് വരും പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ റെഡിയായി ഇരിക്കണം. പിന്നെ ജാസിക്കുള്ള ഫുഡൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചക്ക് ജാസി ഫുഡ് കഴിക്കാൻ വരും. ഞാൻ ഇപ്പോൾ ഇതിനെത്താൻ ചാൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ 11 ആവാനല്ലേ. അപ്പോൾ ബർത്ത്ഡേക്ക് സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം. എന്താവുക കാരണം എന്തെങ്കിലും ചെയ്യാൻ വയ്യ. ഇതിൽ വീഡിയോ എടുത്താൽ അത് ജാസി കാണും, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ജാസി കേൾക്കും. എന്താകും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കണം വിചാരിച്ചിരിക്കണേ. ബർത്ത്ഡേ 9-ാം തീയതി വരുന്നുണ്ട്. ഞങ്ങളുടെ ആനിവേഴ്സറി 12-ാം തീയതി. അതിന് ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ നാട്ടിൽ നിന്ന് ജാസിക്ക് ഒരു ഷൂ കൊണ്ടുവന്നിക്കണം. പിന്നെ ഇമ്മച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസ ഇമ്മച്ചി തന്നെ. അതിന് ആനിവേഴ്സറിക്ക് കൊടുക്കണം, ബർത്ത്ഡേക്ക് കൊടുക്കണില്ല. കാരണം ആനിവേഴ്സറി കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ഇല്ല. പിന്നെ അത് അങ്ങനെ ആക്കി കൊടുക്കുക വിചാരിച്ചു. ഇത് ഗൈസിൻ്റെ കൈ രാവിലെ തന്നെ ഞാൻ നാരങ്ങ ചെത്തിയാക്കണം. പറ്റായി പോയി. അപ്പോൾ മുടി കൊളത്താതൊക്കെ മുടി കെട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും. വാല് തുറന്നിട്ടാണ് വീഡിയോ എടുക്കണം. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ മാള് ചെന്നിട്ട് എടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ലൊക്കേഷൻ കൊറിയൻ മാൾ. ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചാണ്. ഇതിനുള്ള കുറേ ഷോപ്സ് ഉണ്ട്. ട്രെൻഡ്സ്, മാക്സ്, അങ്ങനെ ഒരു 4-5 ഷോപ്പ് ഉണ്ട്. എല്ലാത്തിലും കയറി ഇറങ്ങാൻ വിചാരിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെയാണ് പോകുന്നത്. ചേച്ചിക്ക് വണ്ടി ഉണ്ട്, എനിക്കാണെങ്കിൽ വയ്യ അറിയാൻ വണ്ടി ഇല്ല. അതാണ് അവസ്ഥ. ഫസ്റ്റ് പോയത് ട്രെൻഡ്സ് കേട്ടോ. ട്രെൻഡ്സ് കയറി. പക്ഷേ എനിക്ക് അത്ര കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു നിരച്ച ഫീലൊക്കെ തോന്നി. ഷർട്ടൊക്കെ നോക്കി കുറേ എടുത്ത് നോക്കി, ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ എടുത്ത് നോക്കി. പക്ഷെ അവിടെ ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രെൻഡ്സിൽ നിന്ന് വേറെ ഷോപ്പിൽ പോകാൻ വിചാരിച്ചുകൊണ്ട് അവിടുന്ന് മാക്സിക്ക് പോയി. പിന്നെ മാക്സ് എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത്. എനിക്കൊരു ഡ്രസ്സ് എടുത്തു, എനിക്കൊരു ടോപ്പ് എടുത്തു, ജാസിക്കൊരു ഷർട്ട് എടുത്തു. ഞാൻ രണ്ടും മെച്ചിൻ്റെ ഗിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ചേച്ചി ഞാൻ കമ്മലൊക്കെ കുറേ നോക്കി നിന്നിട്ടോ, പക്ഷേ വാങ്ങിയില്ല. നല്ല ഹെവി വർക്ക് ചെയ്യുന്നു. ഇതാണ് ഇനി അടുത്ത ഷർട്ടും എൻ്റെ ടോപ്പും. ചേച്ചി എൻ്റെ കൂടെ നിന്നുകൊണ്ട് ചേച്ചിക്ക് 2 കൂട്ടം ഡ്രസ്സ് എടുത്തു. പിന്നെ അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി കണ്ട് എനിക്ക് സർപ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിസ്സയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ഡിന്നർ സെറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കൊടുക്കാൻ കയറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പവും അനീഷേട്ടനും കൂടി മദീന ഹോട്ടലിലേക്ക് വന്ന് പിന്നെ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചേ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റില്ല. ഫുഡ് തീറ്റിച്ച് കൊല്ലും ഗൈസ്. അങ്ങനെയാണ്. ഈ സാധനമൊക്കെ ആകെ 3 പേർക്കും വേണ്ടി ഓർഡർ ചെയ്തത്. അപ്പോൾ പിന്നെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് മന്തിയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നാട്ടിലത്തെ മന്തിൻ്റെ അടുത്തെത്തൂല കേട്ടോ. ഈ മന്തി ഒരു ഡീല്ല, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും ഓരോ കമ്പനിയിൽ പോയി. ഇതാണ് ഓരോ കമ്പനി കേട്ടോ. ബാംഗ്ലൂരാണ്. ഫാക്ടറി ഗേറ്റ് ആണ് കമ്പനി പറഞ്ഞത്. A1, അതായത് പാക്ക് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ്സൊക്കെ ഓരോ കടയിൽ കൊണ്ടുപോയി കൊടുക്കുക. 400 സംതിങ് അങ്ങനെ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഓരോ കമ്പനിയിലുള്ളത്. ചേച്ചി പിന്നെ എനിക്ക് അവിടുന്ന് കുറച്ച് കുക്കീസ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ തന്നു. കുറേ വേണ്ടായിരുന്നു പക്ഷെ തന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്നു. ജാസിക്ക് കൊടുത്തതാ. ഇതൊക്കെ എനിക്ക് തന്നതാണ് ചേച്ചി. ഇതൊക്കെ മധുരം കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ജാസി നല്ലോണം കഴിക്കും മധുരം. ജാസിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതാണ് കേട്ടോ കമ്പനീൻ്റെ ഓണർ അനീഷേട്ടാ. എന്നും കമ്പനി ലീവ് തന്നെ എടുക്കൂല അനീഷേട്ടാ. അങ്ങനെ അടിക്ക്. ഞാൻ നന്നാക്കി നോക്കട്ടെ. നല്ല സുഖമുള്ള പണിയില്ലേ. പണിയെടുക്കുവന്നല്ലേ പട്ടീനെ കൊല്ലണത്. അപ്പുണ്ടല്ലോ ഇവിടെ പട്ടീനെ. ഒരു പട്ടി രക്ഷപ്പെട്ട് അമ്മ അടുത്തന്നെ. പിന്നെ എന്താണ് ആനിവേഴ്സറി ഡേ. അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ് കേട്ടോ. എല്ലാവർക്കും അനീഷേട്ടനെയും വൈഫിനെയും പിന്നെ അലീനെ എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ മന്തി. അപ്പോൾ ജാസി മന്തി ഉണ്ടാക്കുന്നതിനിടയിൽ വന്ന് വീഡിയോസ് എടുത്തതാണത്. കുറച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് മന്തി, സ്പെഷ്യൽ മന്തി. ഞങ്ങളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ജാസി വന്ന് അപ്പോൾ എല്ലാവരും വന്നിക്കണം. എല്ലാവരും പറയുന്നില്ല. അളിയനും അനീഷേട്ടനും വൈഫും കുട്ടികളൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ ഡെക്കറേറ്റ് ചെയ്താണ് ഇതൊക്കെ ഞങ്ങൾ. പിന്നെ അളിയനെ മുട്ട ഒഴിച്ചത് കേട്ടോ. ഇടുക്കി കൂടെ എന്നോട് ആരെ വരാമെന്ന് ചത്തിട്ടില്ലത്. നല്ല മണണ്ടില്ല. അപ്പൊ മെൻസന് ചുട്ടാ മെൻസന്റെ ഇറച്ചി മന്തി അണിച്ചടാ. This is മന്തി.
ഗൈസ് ഇത് ഞങ്ങൾ വെഡിങ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് ഞാനാണ്. ഞാനൊരു സകലകലകലാവല്ലടിയാണ് കേട്ടോ. കണ്ടോളി ഒക്കെ ഒക്കെ എൻ്റെ തീമാണ്. ഇത് പൊട്ടിയിട്ടില്ലെങ്കിൽ ഞാനങ്ങനെ കാട്ടിയെന്നല്ല. ഈ ഷർട്ട് നിങ്ങൾക്ക് അറിയോ? ഇത് കുഞ്ഞോനെ ബർത്ത്ഡേക്ക് വഴി കൊടുത്തത്. നല്ല രസമുണ്ട്. ഞാൻ സെലക്ട് ചെയ്താണ്. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. അത് കത്തൂല. ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ജാസിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇത് റെഡ് വെൽവെറ്റ് ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറൊരു തീമാണ്, ഡോണറ്റ്. ഇത് കത്തണില്ല, എന്നെ പറ്റിച്ചോ കടക്കാരെ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം, തിരിച്ചു കൊടുക്കണം അയാൾക്ക്. ഇത് കത്തണുണ്ട് കേട്ടോ. ഔജ് ഇങ്ങനെയൊക്കെ വരാളാ. ഇതാരാ? ഇവിടെ എന്തൊരു ഫുട്ബോൾ കളിച്ചാൽ സ്ഥലം ഉണ്ടല്ലോ. പല്ലൊക്കെ പോയോ? ചിരിക്കാൻ തന്നാ മതി. എന്തൊക്കെയാ പരിപാടി കഴിഞ്ഞു? പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ഫോട്ടോസ് എടുക്കലായി. എല്ലാവർക്കും കേക്ക് ഫസ്റ്റ് കൊടുത്ത് സെക്ഷനായി. കേക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരിൽ നിന്ന് ഫോട്ടോസ് എടുക്കലായി കേട്ടോ. ഫസ്റ്റ് ഓൽക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ. അനീഷേട്ടനും വൈഫിനോ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ അനീഷേട്ടൻ്റെ അമ്മ വെജിറ്റേറിയനാണ്. ഞങ്ങൾക്ക് അറിയില്ലേനും അത് വന്നപ്പോഴാണ് അതിന്. അപ്പം നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി മാത്രം കൊടുത്തിട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇതിലുള്ളൂ ആനിവേഴ്സറി വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണേക്കും ബൈ.